ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ധനകാര്യ ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ മറുപടി നൽകുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ച് കേന്ദ്ര സർക്കാർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. വോട്ടെടുപ്പിന് ഇനി 15 ദിവസം മാത്രം. പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. പശ്ചിമേഷ്യൻ സംഘർഷം 26-ാം ദിവസത്തിലേക്ക് കടന്നു. സംഘർഷം അവസാനിപ്പിക്കാൻ 15 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ച് അമേരിക്ക. രാജ്യത്ത് പെട്രോൾ ഡീസൽ ക്ഷാമമുണ്ടെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ഭാരത് പെട്രോളിയം ലിമിറ്റഡ്. ആദ്യ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് ഇന്ന് ഛത്തീസ്ഗഡിൽ തുടക്കം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. 2026 ധനകാര്യ ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ മറുപടി നൽകുകയാണ്. 2025 ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ഭേദഗതി ബില്ലും ലോക്സഭ പരിഗണിക്കും. 2026 സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ആക്ട് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ബില്ല് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ ഭേദഗതി ബില്ലും ഇന്ന് രാജ്യസഭയുടെ പരിഗണനയ്ക്ക് വരും. ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു. പ്രതിപക്ഷ പാർട്ടികളുമായി നിലവിലെ സാഹചര്യം ചർച്ച ചെയ്യുന്നതിനാണ് പാർലമെന്റ് സമുച്ചയത്തിൽ വൈകുന്നേരം യോഗം ചേരുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പ്രസ്താവന നടത്തിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. പ്രചാരണത്തിനായി മുതിർന്ന നേതാക്കളടക്കം എത്തിക്കാൻ തയ്യാറെടുക്കുകയാണ് മുന്നണികൾ. NDAയുടെ പ്രചാരണത്തിനായി പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ധനമന്ത്രിയും പാർട്ടി നേതാവുമായ നിർമ്മല സീതാരാമൻ തുടങ്ങിയവരടക്കം വരും ദിവസങ്ങളിൽ കേരളത്തിലെത്തും. മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ പിണറായി വിജയൻ ഇന്ന് കോട്ടയത്ത് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര സഹമന്ത്രിയും BJP നേതാവുമായ സുരേഷ് ഗോപി ബേപ്പൂർ മണ്ഡലത്തിൽ ഇന്ന് റോഡ് ഷോയിൽ പങ്കെടുക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി UDFനായി ഇന്ന് കോഴിക്കോട് പ്രചാരണം നടത്തും. പ്രതിപക്ഷ നേതാവും UDF ചെയർമാനുമായ VD സതീശൻ ഇന്ന് ഒറ്റപ്പാലത്ത് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. CPIM നേതാക്കളായ MA ബേബി, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട് തുടങ്ങിയവരും വരും ദിവസങ്ങളിൽ LDF പ്രചാരണങ്ങളിൽ സജീവമാകും. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നലെ പൂർത്തിയായിരുന്നു. നാളെ വരെയാണ് പത്രികകൾ പിൻവലിക്കാൻ സമയം അനുവദിച്ചിരിക്കുന്നത്. 140 മണ്ഡലങ്ങളിലേക്കും അടുത്ത മാസം 9-നാണ് വോട്ടെടുപ്പ്. മെയ് 4-നാണ് വോട്ടെണ്ണൽ. വോട്ടർ ബോധവൽക്കരണത്തിന്റെ ഭാഗമായ സ്വീപ്പ് ക്യാമ്പയിനോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലയിൽ വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. നിങ്ങളുടെ വോട്ട് നിങ്ങളുടെ നാളെ എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ബോധവൽക്കരണം നടന്നുവരുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. വോട്ടർ ബോധവൽക്കരണ പ്രചരണ വാഹനം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം തുടരുന്നുണ്ട്. കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ബോധവൽക്കരണ പരിപാടികൾ ക്യാമ്പസുകളിലും പുരോഗമിക്കുന്നു. യുവാക്കളെയും സ്ത്രീകളെയും ഉൾപ്പെടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാക്കുക എന്ന ലക്ഷ്യത്തോടെ പയ്യാമ്പലം ബീച്ചിൽ സംഘടിപ്പിച്ച ഇങ്കിറ്റ് കണ്ണൂർ എന്ന പരിപാടിയിൽ നിരവധി ആളുകളാണ് പങ്കെടുത്തത്. സ്വീപ്പ് ലോഗോയുടെ മണൽ ശില്പവും സ്വീപ്പ് ലോഗോ ജിക്സോ പസിലും ഒരുക്കിയിരുന്നു. NSS വളണ്ടിയർമാർ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. ഇങ്ക് വാൾ റൈറ്റിംഗ് ഉൾപ്പെടെയുള്ള സെൽഫി പോയിന്റുകളും സജ്ജീകരിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ സമൂഹ മാധ്യമങ്ങൾ വഴി തെറ്റായ വിവരങ്ങളും വ്യാജ വാർത്തകളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന പോലീസ്. പൊതുജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ സാധ്യതയുള്ളതുമായ നിരവധി URLകൾ ഇതിനകം നീക്കം ചെയ്തതായും നിയമവിരുദ്ധമായ ഉള്ളടക്കങ്ങൾ ഉൾപ്പെട്ട സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായും കേരള പോലീസ് സൈബർ ഓപ്പറേഷൻസ് വിഭാഗം അറിയിച്ചു. SIRമായി ബന്ധപ്പെട്ട് പശ്ചിമ ബംഗാളിലെ വോട്ടർമാർ നേരിടുന്ന പ്രശ്നങ്ങൾ ഏപ്രിൽ 6-നകം പരിഹരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാക്കാൽ നിർദ്ദേശം നൽകി സുപ്രീം കോടതി.
ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയ്മല്ല ബാഗ്ചിയും ഉൾപ്പെട്ട ബെഞ്ചിൻ്റേതാണ് നിർദ്ദേശം. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആദ്യം തീർപ്പുണ്ടാക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഓരോ ദിവസവും തീർപ്പാക്കുന്ന പരാതികൾ സംബന്ധിച്ച വിവരങ്ങൾ അന്ന് തന്നെ പ്രസിദ്ധീകരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു. SIRന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച അനുബന്ധ വോട്ടർ പട്ടികയിൽ എത്ര പേരാണ് ഒഴിവാക്കപ്പെട്ടതെന്ന് ഇപ്പോഴും വ്യക്തമല്ലെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. പശ്ചിമേഷ്യൻ സംഘർഷം 26-ാം ദിവസത്തിലേക്ക് കടന്നു. മേഖലയിൽ പ്രത്യാക്രമണങ്ങൾ തുടരുന്നതിനൊപ്പം നയതന്ത്ര നീക്കങ്ങളും ശക്തമാകണം. വിശദാംശങ്ങളിലേക്ക്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്ക ഇറാന് മുന്നിൽ ഇടനിലക്കാരിലൂടെ 15 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ ആണവ പദ്ധതി അവസാനിപ്പിക്കുക, ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കുക, ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങൾ ഇറാൻ നിർത്തിവെക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇതിലുള്ളത്. നിർദ്ദേശങ്ങളുമായി ഇറാൻ സഹകരിച്ചാൽ മേഖലയിൽ 1 മാസത്തെ വെടിനിർത്തലും അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നു. അതിനിടെ 2000 സൈനികരെ ദ്രുത പ്രതികരണ സേനയുടെ ഭാഗമായി പശ്ചിമേഷ്യയിലേക്ക് വിന്യസിക്കാൻ US നടപടി സ്വീകരിച്ചു. അതേസമയം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ടെൽ അവീവിലുണ്ടായ ആക്രമണങ്ങളിൽ 6 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ. ലെബനൻ, പലസ്തീൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ നീക്കങ്ങൾ തുടരുകയാണെങ്കിൽ കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് മുന്നറിയിപ്പ് നൽകി. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ സേനാ നടപടികളിൽ മരണസംഖ്യ ഉയരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി. സംഘർഷം ലഘൂകരിക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഇന്ത്യ പിന്തുണ നൽകുന്നുണ്ടെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതും സുരക്ഷിതമാക്കുന്നതും ലോകത്തിന്റെ ആകെ ആവശ്യമാണെന്നും വ്യക്തമാക്കി. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസ്നായകയുമായും പ്രധാനമന്ത്രി ഇന്നലെ ടെലിഫോണിൽ സംസാരിച്ചു. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികളും ആഗോള ഊർജ്ജ സുരക്ഷ സംബന്ധിച്ച സാഹചര്യങ്ങളും ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്ത് പെട്രോൾ ഡീസൽ ക്ഷാമമുണ്ടെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ഭാരത് പെട്രോളിയം ലിമിറ്റഡ്. രാജ്യത്ത് ആവശ്യത്തിന് ഇന്ധന ശേഖരമുണ്ടെന്നും വിതരണ ശൃംഖല തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നതായും BPCL വ്യക്തമാക്കി. വ്യാജ വാർത്തകൾ വിശ്വസിക്കരുതെന്നും ഇന്ധന കേന്ദ്രങ്ങളിൽ അനാവശ്യ തിരക്ക് പാടില്ലെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പ്രധാനമന്ത്രി ഊർജ്ജ യോജന കണക്ഷനുകളുടെ ഗ്യാസ് സിലിണ്ടർ ബുക്കിംഗ് കാലാവധി 45 ദിവസമായി നീട്ടിയെന്ന വാർത്തകൾ തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. നിലവിലെ നിർദ്ദേശങ്ങളിൽ മാറ്റമില്ലെന്നും നഗരപ്രദേശങ്ങളിൽ 25 ദിവസവും ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസവും എന്ന ബുക്കിംഗ് കാലാവധി തുടരുമെന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ആവശ്യത്തിന് പാചകവാതക സിലിണ്ടർ ലഭ്യമാണെന്നും ഉപഭോക്താക്കൾ പരിഭ്രാന്തരായി ബുക്ക് ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. ആദ്യ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് ഇന്ന് ഛത്തീസ്ഗഡിൽ തുടക്കം. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഗെയിംസ് ഉദ്ഘാടനം ചെയ്യും. ഏപ്രിൽ 3 വരെ നീളുന്ന ഗെയിംസിൽ അത്ലറ്റിക്സും നീന്തലും ഉൾപ്പെടെ 7 കായിക ഇനങ്ങളിലാണ് മത്സരം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 3000-ലധികം ഗോത്രവർഗ അത്ലറ്റുകൾ ഗെയിംസിൽ പങ്കെടുക്കും. IPL ടീമായ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ ആദിത്യ ബിർള ഗ്രൂപ്പ് ഏറ്റെടുത്തു. 16,706 കോടി രൂപയ്ക്കാണ് നിലവിലെ ഉടമസ്ഥരായ യുണൈറ്റഡ് സ്പിരിറ്റ്സ് ലിമിറ്റഡ് 100% ഓഹരികളും കൈമാറിയത്. RCBയുടെ പുരുഷ ടീമും വനിതാ ടീമും ഉൾപ്പെടുന്നതാണ് പുതിയ കരാർ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 1589 പോയിന്റ് ഉയർന്ന് 75,657 പോയിന്റിലും നിഫ്റ്റി 503 പോയിന്റ് നേട്ടത്തിൽ 23,416 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വർധന. പവന് 2,760 രൂപ വർദ്ധിച്ച് 1,07,560 രൂപയായി. ഗ്രാമിന് 13,445 രൂപയാണ് ഇന്നത്തെ വില. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 7% കുറഞ്ഞ് $97 പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ഇരു സഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ധനകാര്യ ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ മറുപടി നൽകുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ച് കേന്ദ്ര സർക്കാർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. വോട്ടെടുപ്പിന് ഇനി 15 ദിവസം മാത്രം. പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. പശ്ചിമേഷ്യൻ സംഘർഷം 26-ാം ദിവസത്തിലേക്ക് കടന്നു. സംഘർഷം അവസാനിപ്പിക്കാൻ 15 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ച് അമേരിക്ക.
രാജ്യത്ത് പെട്രോൾ ഡീസൽ ക്ഷാമമുണ്ടെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ഭാരത് പെട്രോളിയം ലിമിറ്റഡ്. ആദ്യ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് ഇന്ന് ഛത്തീസ്ഗഡിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.